പെരുമ്പാവൂർ വേങ്ങൂർ പഞ്ചായത്തിലെ മഞ്ഞപ്പിത്ത വ്യാപനത്തിന് ശമനമായില്ല. ആശങ്ക വിട്ടൊഴിയാതെ ജനങ്ങൾ ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണത്തിലെ അനാസ്ഥയാണ് രോഗവ്യാപനത്തിന് കാരണമായത്. എന്നാൽ ഇതുവരെയും വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതേസമയം രോഗബാധിതർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ പ്രതിസന്ധിയിലുമാണ്. ഇവരുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഈ അനാസ്ഥ വരുത്തിയവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ ഇതുവരെയും ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. ജനങ്ങൾ എത്രത്തോളം ദുരിതത്തിലുമാണ്? KP സുരേഷ് 3 വർഷമായി ഒരു ഹെപ്പറ്റൈറ്റിസ് എ പോലും കണ്ടെത്താതിരുന്ന ഒരു പഞ്ചായത്താണ് പെരുമ്പാവൂരിനടുത്തുള്ള വേങ്ങൂർ പഞ്ചായത്ത്. അവിടെയാണ് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 98 പേരിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു രോഗവ്യാപനം ഉണ്ടാവാനുള്ള കാരണമായി കണ്ടെത്തിയിരിക്കുന്നത് ജല അതോറിറ്റി വിതരണം ചെയ്ത കുടിവെള്ളം കുടിച്ചതാണ് രോഗവ്യാപനത്തിന് കാരണമെന്നാണ് ആരോഗ്യവകുപ്പ് തന്നെ കണ്ടെത്തിയത്. അത് വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷും അത് സമ്മതിച്ചു. അതുകൊണ്ട് തന്നെ വാട്ടർ അതോറിറ്റിക്കെതിരെ പരാതി നൽകുമെന്നും പറഞ്ഞു. ഇതേ സാഹചര്യത്തിൽ തന്നെ ഏപ്രിൽ 17-നാണ് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഏപ്രിൽ 26 വരെയും കാര്യമായ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ നടന്നില്ല എന്നതാണ് ഇത്രയേറെ രോഗവ്യാപനത്തിന് കാരണമായി നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് വോട്ട് ചെയ്യാൻ ചിലർ വ്യാപകമായി വരാതിരുന്നതോടെ ആ പ്രദേശത്ത് ഇങ്ങനെ രോഗം വ്യാപിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞതോടെയാണ് പിന്നെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയത്. ഇപ്പോഴും ഊർജിതമെന്ന് പറയുന്നെങ്കിലും ഇവിടെ പഞ്ചായത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം സംയുക്ത യോഗം നടന്നിരുന്നു, സർവകക്ഷി യോഗം നടന്നിരുന്നു. അന്ന് നമ്മളും ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് വ്യക്തമാക്കിയത് ഡിസ്പോസിബിൾ ഗ്ലാസ് മാത്രമാണ് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി കടകളിലും ഹോട്ടലുകളിലും എല്ലാം ഉപയോഗിക്കുക. അത്തരത്തിൽ കർശന നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. ആ രീതിയിലെല്ലാം വ്യാപനം സമ്പർക്കം മൂലമുള്ള വ്യാപനം തടയുന്നതിനുള്ള കാര്യമായ ഇടപെടൽ ഉണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഇപ്പോഴും നമ്മൾ കാണുന്നത് പല കടകളിലും നാരങ്ങാ വെള്ളവും മറ്റും കുപ്പി ഗ്ലാസുകളിൽ തന്നെ വിതരണം ചെയ്യുന്നതായി നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ആ രീതിയിൽ രോഗവ്യാപനം തടയുന്നതിനുള്ള ആ പ്രതിരോധ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നൊരു വിലയിരുത്തലിലേക്ക് പോകേണ്ടി വരുന്നു. ഇപ്പോൾ ഇതുവരെ 98 പേർക്ക് രോഗം കണ്ടെത്തിയതിൽ ഒരാൾ മരണപ്പെടുകയും 4 പേർ അതീവ ഗുരുതരാവസ്ഥയിലുമാണ്. അതിൽ 2 പേർ ഒരേ കുടുംബത്തിലെ തന്നെ 2 പേരാണ്. അതിൽ ആ കുടുംബത്തിൽ നിന്ന് തന്നെ 4 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇതിൽ 2 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഒരാൾ സ്വകാര്യ ആശുപത്രിയിലും ഒരാൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കഴിയുന്നു. ഇവരൊക്കെ ഇത്രയും ദിവസം ചികിത്സയിൽ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ചികിത്സാ ചെലവ് അതവർക്ക് താങ്ങാൻ കഴിയുന്നതുമല്ല. എന്നാൽ ഇത്രയും ദിവസമായിട്ടും അവരുടെ ചികിത്സാ ചെലവിനുള്ള പണം കണ്ടെത്തുന്നതിനുള്ള ഒരിടപെടലും സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും വേദനാജനകം. ഇവർക്ക് ചികിത്സാ ചെലവിന് ഇപ്പോൾ വലിയ രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. 30-ലധികം പേരാണ് കിടത്തി ചികിത്സയ്ക്ക് വിധേയരായിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ സമാന രീതിയിൽ ബുദ്ധിമുട്ടുകയാണ്. ഏറ്റവും കൂടുതലും രോഗം വന്നിരിക്കുന്നതും വളരെ സാധാരണക്കാരായ ആൾക്കാർക്കാണ്. അതിലുപരി ഇവിടെ പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഏതാണ്ട് 4000-ഓളം വീടുകൾ മാത്രമാണ് കിണറുള്ളത്. ബാക്കി എല്ലാവരും ആശ്രയിക്കുന്ന ജല അതോറിറ്റിയുടെ വെള്ളത്തെയാണ്. ആ രീതിയിൽ വെള്ളം വലിയ രീതിയിൽ ജല അതോറിറ്റിയിൽ നിന്നും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്ര വലിയ അനാസ്ഥ. ക്ലോറിനേഷൻ കൃത്യമായി നടക്കുന്നില്ല. പൈപ്പുകൾ പൊട്ടിക്കിടന്നാൽ അത് പരിഹരിക്കുന്നതിനുള്ള അടിയന്തര നടപടി ഉണ്ടാവുന്നില്ല. അതുവഴി മാലിന്യം കയറുന്നു. ഈ മാലിന്യത്തെ ചെറുക്കാനുള്ള ക്ലോറിനേഷനും കൃത്യമായി നടക്കുന്നില്ല. ഈ ഒരു സാഹചര്യം തന്നെയാണ് രോഗവ്യാപനത്തിന് കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഈ രോഗവ്യാപനം നമുക്ക് വലിയ രീതിയിൽ ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏത് രീതിയിലാണ് ഇപ്പം പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുണ്ടോ? എവിടെയാണ് വീഴ്ച സംഭവിച്ചിട്ടുള്ളത്? ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുകയാണെങ്കിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ മന്ദഗതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ 15 വാർഡുകളാണ് ഈ വേങ്ങൂർ പഞ്ചായത്തിലുള്ളത്. ഈ വേങ്ങൂർ പഞ്ചായത്തിൽ 15 വാർഡുകളിലും ഭൂരിപക്ഷം വാർഡുകളിലും ഈ പറഞ്ഞ പോലെ ജല അതോറിറ്റിയുടെ വാട്ടർ കണക്ഷൻ ഉൾപ്പെടുത്തി ജലം ഉപയോഗിക്കുന്ന ആളുകളാണ്. എന്നിട്ട് പോലും ഇപ്പോൾ പകരം ഒരു സംവിധാനം, അവർക്ക് കുടിവെള്ളം എത്തിക്കുന്ന ഒരു സംവിധാനം പോലും ഇവിടെ പഞ്ചായത്ത് അധികൃതർ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിൻ്റെ തികച്ചും ധാർഷ്ട്യമായിട്ടുള്ള വീഴ്ചയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ 17-ാം തീയതി ഇലക്ഷന് മുന്നേ 17-ാം തീയതിയാണ് ഈ ഇവിടെ മഞ്ഞപ്പിത്തം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഇലക്ഷനെ മുൻനിർത്തി അത് മറച്ചു വയ്ക്കുകയും ഇലക്ഷൻ കഴിഞ്ഞാണ് ഈ ഒരു മഞ്ഞപ്പിത്തം ഇത്ര തീവ്രമായി എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് അറിയാൻ സാധിച്ചത്. ഇന്ന് വരെ ലിസ്റ്റ് പറയുകയാണെങ്കിൽ 98 ആളുകൾക്കാണ് മഞ്ഞപ്പിത്തം നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ച പോലെ ആദ്യം തന്നെ ഇതിന്റെ ഒരു ഗൗരവം ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വ്യാപനം ഉണ്ടാവാതെ തടയരുതായിരുന്നു. തീർച്ചയായും ആദ്യമേ തന്നെ ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ
സോഷ്യൽ മീഡിയ ഒട്ടനവധി ഗുണങ്ങൾ ചെയ്യുന്നതാണ്. ആദ്യമേ തൊട്ട് 17-ാം തീയതി തൊട്ട് ഇങ്ങനെ വ്യാപനമുണ്ടെന്ന് ഇവിടെ സൂചിപ്പിച്ചിരുന്നെങ്കിൽ ജനങ്ങൾ കുറച്ചുകൂടി ജാഗ്രതരായനെ. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ സാധാരണ പാവപ്പെട്ട ആളുകളിലാണ് കൂടുതൽ ഈ അസുഖം വ്യാപിച്ചിട്ട് ഉള്ളത്. സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന കുടുംബാംഗങ്ങളാണ് ഇവിടെയുള്ള ഓരോ കുടുംബാംഗങ്ങളും. അതുപോലെ തന്നെ ചികിത്സാ സഹായത്തിന് വേണ്ടി ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ആളുകൾ വളരെയധികം കഷ്ടപ്പെട്ട് ഫണ്ട് സമാഹരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പഞ്ചായത്ത് ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഈ ഇലക്ഷനെ മുൻനിർത്തിയാണ് ഈ ഒരു പ്രവണത മറച്ചു വച്ചുകൊണ്ട് ധാർഷ്ട്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതി രാജിവെച്ചുകൊണ്ട് ജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ജനങ്ങളുടെ ഇപ്പോൾ സീരിയസ് ആയിട്ട് കിടക്കുന്ന ജനങ്ങളുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വരുന്നതാണ്. കാരണം ജനങ്ങളുടെ ജീവന് യാതൊരു വിലയുമില്ലാത്ത രീതിയിലുള്ള ധാർഷ്ട്യത്തോടു കൂടിയാണ് ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികളും അതുപോലെ ആരോഗ്യ വകുപ്പും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാർ വരുത്തിയതും വലിയ വീഴ്ച തന്നെ. തീർച്ചയായിട്ടും. കാരണം വാട്ടർ അതോറിറ്റി ഈ വെള്ളം കൃത്യമായിട്ട് ചെക്ക് ചെയ്യുകയും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികാരികളും ഈ വെള്ളം ചെക്ക് ചെയ്യേണ്ടതുമുണ്ട്. ഞങ്ങളവിടെ ഈ പ്രശ്നബാധിതമായിട്ടുള്ള പമ്പ് ഹൗസ് ചൂരത്തോട് നിന്നാണ് ഈ വെള്ളം പമ്പ് ചെയ്യുന്നത്. ഞങ്ങളിവിടെ ആ പമ്പ് ഹൗസിൽ പോയി ചെക്ക് ചെയ്തു. കാരണം അവിടെ എലി ചത്തുകിടക്കുകയും മുട്ടോളം ചെളികളും യാതൊരു രീതിയിലുള്ള വൃത്തിയില്ലാത്ത രീതിയിലാണ് ആ പമ്പ് ഹൗസിൽ നിന്നും വെള്ളം ആളുകളിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ സൂചിപ്പിച്ച 4000 കുടുംബങ്ങൾ വാട്ടർ അതോറിറ്റിയെ ആശ്രയിച്ചാണ് ജലം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും ഒരു ധാർഷ്ട്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികളുടെയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെയും മുന്നിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ചേട്ടാ, ഇവിടെ ഇപ്പം ഇത്രയും രോഗം വ്യാപിച്ചിരിക്കുന്നു. ഇപ്പം ആ വാർഡ് ചേട്ടൻ്റെയൊക്കെ വാർഡിലാണ് രോഗം വ്യാപിച്ചതെന്നാണ് അറിയുന്നത്. അപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ജനങ്ങളുടെ ആശങ്കയൊക്കെ എത്രത്തോളമാണ്? ഇപ്പം ആരും തന്നെ ഇവിടെ പച്ചവെള്ളം കുടിക്കാൻ പേടിക്കുകയാണ്. എൻ്റെ വീട് വേങ്ങൂര് 10-ാം വാർഡിലാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ 4 പേർക്കാണ്, 4 പേരുള്ളൂ, 4 പേർക്കും മഞ്ഞപ്പിത്തമാണ്. അതിനകത്ത് ഒരാൾ രാജഗിരിയിലായിരുന്നു. അവർക്ക് സാമ്പത്തികം ഇല്ലാത്ത കാരണം അവർ തിരിച്ച് വീട്ടിൽ വന്നിട്ട് പച്ചമരുന്ന് കഴിക്കുകയാണ്. അതുപോലെ തൊട്ടടുത്ത വീട്ടിലെ മറ്റൊരു ചേച്ചി കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. അവർ സീരിയസ് ആയിരുന്നു, ഇപ്പം കുറച്ച് നോർമലായി എന്ന് പറയുന്നു. വളരെ കൃത്യമായ ചികിത്സ ലഭ്യമാക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അവർക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇതും കിട്ടിയിട്ടില്ല. അവർ സ്വന്തം കാശില്ലാത്ത കാരണമാണ് അവർ തിരിച്ച് വീട്ടിലേക്ക് വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. ഇപ്പോഴും രോഗികളുടെ എണ്ണം കൂടുതൽ. ഇന്നലെ 5 പേർ കൂടി സ്ഥിരീകരിച്ചതായിട്ടാണ് അറിയുന്നത്. രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയൊക്കെ ഇപ്പം ഡിസ്പോസബിൾ ഗ്ലാസ് ഉപയോഗിക്കാവുന്നൊക്കെയുള്ള നിർദ്ദേശം വന്നു എന്ന് പറയുന്നു. പരസ്പര സമ്പർക്കങ്ങൾ കുറയ്ക്കണം, അതൊക്കെ നടക്കുന്നുണ്ടോ? കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അവരറിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ജനങ്ങളിലേക്ക് അതൊന്നും എത്തിയിട്ടില്ല. ഇപ്പം കുടിവെള്ളം ശുദ്ധമായ കുടിവെള്ളമാണോ കിട്ടുന്നത്? അതിനെ കുറിച്ച് എന്തെങ്കിലും? ശുദ്ധമായ കുടിവെള്ളം അല്ല. ഇപ്പൊ ഒരു സ്ഥലത്ത് തന്നെ നല്ല വെള്ളം അല്ല വന്നത്. പൈപ്പിൽ കൂടെ വന്ന വെള്ളം ഒന്നുകിൽ കളറ്, അത് കലങ്ങിയ വെള്ളമൊക്കെയാണ് വന്നത്. ജനങ്ങളെ ഇത്ര ആശങ്കയിലാക്കിയതിന്റെ പ്രധാന കാരണം വാട്ടർ അതോറിറ്റിയാണ്. അവർക്കെതിരെ ഒരു നടപടി വേണമെന്നുള്ള ആവശ്യമാണോ ജനങ്ങൾക്കുള്ളത്? ജനങ്ങളുടെ തീരുമാനം അതാണ്. ശക്തമായ നടപടി വേണം. അതിനുവേണ്ടി ജനങ്ങൾ ഒരുമിക്കാൻ തീരുമാനിച്ചു. ഈ മഞ്ഞപ്പിത്തം ബാധിച്ച ഒരാൾ ഈയിടെ മരിക്കുകയും ചെയ്തല്ലോ, അദ്ദേഹത്തിന്റെ എന്തായിരുന്നു ഒരു ചെറുപ്പക്കാരനാണ് മരിച്ചുപോയത്. ആരും അറിയാതെയാണ് ഈ വെള്ളത്തിൽ ഇങ്ങനത്തെ മാലിന്യം ഉണ്ടെന്ന് ആരും അറിയുന്നില്ല. അറിയാതെ കഴിച്ചാണ് ഇവരൊക്കെ മരിച്ചേക്കണത്. ഇപ്പൊ ഇതിന്റെ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളിലൊക്കെ ആരോഗ്യവകുപ്പായാലും പഞ്ചായത്തും കൃത്യമായി ഇടപെടുന്നുണ്ടോ? എന്താ ചെയ്യേണ്ട ഒരു വിലയിരുത്തൽ? തോന്നുന്നില്ല കേട്ടോ. യാതൊരുവിധ ഇടപെടലും ഇല്ലയെന്നാണ് തോന്നുന്നത്. കാരണം ഇതിനെപ്പറ്റി ഇപ്പോൾ ഡിസ്പോസബിൾ ഗ്ലാസ് ഉപയോഗിക്കണം, കടകളിൽ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ പോലും അറിയുന്നത്. അതിനെപ്പറ്റി യാതൊരു കാര്യങ്ങളും ഒരു നിർദ്ദേശങ്ങളോ ഈ പഞ്ചായത്തിൽ അറിയിക്കപ്പെട്ടിട്ടില്ല. അവർ സമൂഹ മാധ്യമങ്ങൾ വഴിയോ അല്ലാതെ അറിയിപ്പ് കൊടുത്ത് എല്ലാ വീട്ടിലും നോട്ടീസുകൾ വിതരണം ചെയ്യുന്നു, ക്ലോറിൻ എത്തിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇല്ലില്ല, അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, ചെയ്തിട്ടുമില്ല. ഇവിടെ നമ്മളിവിടെയൊക്കെ വന്നെ ഈ ജംഗ്ഷനിലൊക്കെ വന്നെയാണ് ഇന്ന് വരെ നോട്ടീസ് കാണോ അങ്ങനെ ഒരു സംവിധാനങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ല. ചേട്ടനൊക്കെ ഇപ്പം അത്യാവശ്യത്തിന് കുടിക്കുന്നത് എങ്ങനെ? തിളപ്പിച്ച വെള്ളമാണോ? ആ രീതിയിലൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായോ? ആരോഗ്യത്തിൻ്റെ ഒന്നും അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിട്ടില്ല. തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മൊത്തത്തിലൊരു ആശങ്ക തന്നെയാണോ? ആശങ്ക തന്നെയാണ്. മൊത്തം ഭയങ്കര ആശങ്കയാണ് ഇപ്പം. ഇത് തന്നെയാണ് ഓരോ ജനങ്ങളിലും അവരുടെ ആശങ്കയ്ക്ക് ശമനമില്ല. എന്നാൽ ആരോഗ്യവകുപ്പ് കൃത്യമായി ഇടപെടുന്നില്ല, പഞ്ചായത്ത് ഭരണസമിതി അവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായി ഇടപെടിയില്ല. മൊത്തത്തിൽ ചികിത്സ ലഭിക്കേണ്ട ആൾക്കാർ, ഗുരുതര അവസ്ഥയിലുള്ളവർക്ക് പോലും കൃത്യമായി ചികിത്സ ലഭിക്കുന്നില്ല. ചികിത്സിക്കാൻ പണമില്ലാത്തതുകൊണ്ട് ചിലർ തിരികെ വീട്ടിലേക്ക് വന്ന് ആയുർവേദ മരുന്ന് കഴിക്കുന്നു എന്നതാണ് പറയുന്നത്. ഇത്രയും അവസ്ഥയാകുമ്പോഴും കേരളത്തിലെ ആരോഗ്യമന്ത്രി ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. ജലവിഭവ മന്ത്രി ഒരു തരത്തിലും പ്രതികരണത്തിന് വന്നിട്ടില്ല. ജില്ലാ കളക്ടർക്കടക്കം നാട്ടുകാർ
നാട്ടുകാർ പരാതി കൊടുത്തു. ആ രീതിയിൽ ജില്ലാ ഭരണകൂടം ഒരു മീറ്റിംഗ് വിളിച്ച് ഇത് സംബന്ധിച്ച് ഒരു കൂടിയാലോചന നടത്തുക, അത്തരമൊന്നും ഒരു നടപടിയും എടുക്കുന്നില്ല. അതേ സാഹചര്യത്തിൽ തന്നെ രോഗവ്യാപനം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇത്രയും ആശങ്കയോടെ നിൽക്കുമ്പോഴും ഇതിനെതിരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതിലും ചികിത്സാ ചെലവിന് വേണ്ട സഹായങ്ങൾ എത്തിക്കുന്നതിലും വലിയ വീഴ്ച തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെന്ന് വേണം നമുക്കിപ്പോൾ വിലയിരുത്താൻ. KP സുരേഷ്, യെസ്, ബന്ധപ്പെട്ടവരുടെ അനാസ്ഥയാണ് ഒരു പ്രദേശത്തെ ഇത്രത്തോളം ദുരിതത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. ഇപ്പോഴും ആ ഒരു അനാസ്ഥ തുടരുകയാണ് എന്നതാണ് വാസ്തവം. അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകുന്നില്ല. പ്രദേശവാസികളുടെ ദുരിതം, അവരുടെ സുരക്ഷ, അവരുടെ ചികിത്സ ഉറപ്പാക്കാനുള്ള യാതൊരു നടപടികളും ഉണ്ടാകാത്ത പക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.